السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യവും യോജിപ്പും ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ത് വില നൽകിയും ഉമ്മത്ത് പരസ്പരം ഒരുമിക്കുകയും ഒന്നാകുകയും ചെയ്യേണ്ട ഒരു സമയത്തിൽ കൂടിയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. കാരണം നമ്മുടെ നിലനിൽപ്പും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയും എളുപ്പമാക്കാൻ ഉമ്മത്തിൻ്റെ ഐക്യം വളരെ ആവശ്യമായ ഒരു കാലഘട്ടമാണ്. എൻ്റെ സംഘടന, എൻ്റെ പാർട്ടി, എൻ്റെ നേതാവ്, എൻ്റെ ചിഹ്നം, ഇങ്ങനെ ഇതിലുള്ള അമിതമായ ചിന്താഗതി പലപ്പോഴും നമ്മുടെ ഇടയിൽ അനൈക്യത്തിനും പരസ്പരം ഭിന്നതയ്ക്കുമെല്ലാം കാരണമായി തീരുന്നുണ്ട്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ത്യാഗത്തിലും കഷ്ടപ്പാടിലും ഉണ്ടാക്കിയതാണ് ഈ ഉമ്മത്ത് എന്നുള്ളത്. തങ്ങളുടെ രാത്രിയിലെ കരച്ചിലും പകലിലെ ത്യാഗവും അവസാനം സക്കറാത്തിൻ്റെ സമയം വരെ തങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ സമുദായം ഒറ്റ ഉമ്മത്തായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതുകൊണ്ട് ഹദീസിൽ വരുന്നുണ്ട്, അവസാനം തങ്ങൾ രോഗം മൂർജിച്ച് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത നിലയിൽ വീട്ടിലായിരിക്കുമ്പോൾ ഒരു നമസ്കാരത്തിന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുമ്പോൾ തങ്ങൾ വീട്ടിൽ നിന്നും വിരിപ്പ് മാറ്റി സഹാബാക്കളുടെ ഐക്യവും ഒരുമയും കണ്ട് തങ്ങൾ പുഞ്ചിരിക്കുകയും ചെയ്തു. ആ അവസ്ഥ കണ്ടിട്ടാണ് തങ്ങൾ ഈ ലോകത്ത് യാത്രയായത്. കാരണം തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു, എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് വരെ ഐക്യത്തോടെ ഒരുമയോടെ നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനിടയിൽ പരസ്പരം യോജിപ്പുണ്ടാകാൻ കാരണമാകുന്ന ധാരാളം നന്മകൾ പഠിപ്പിച്ചു. അതേപോലെ ഉമ്മത്തിനിടയിൽ പരസ്പരം ഭിന്നതയ്ക്കും അകൽച്ചയ്ക്കും കാരണമാകുന്ന പല തിന്മകളെയും പല ദുസ്വഭാവങ്ങളെയും വളരെ ശക്തമായി തങ്ങൾ തടയുകയും ചെയ്തു. അങ്ങനെ തങ്ങൾ തടഞ്ഞിരിക്കുന്ന നമ്മൾക്കിടയിൽ പരസ്പരം അകൽച്ചയുണ്ടാകാൻ കാരണമാകുന്ന
തങ്ങൾ തടഞ്ഞ ദുസ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാം വർജിക്കേണ്ട ഒരു ദുസ്വഭാവമാണ് ഗീബത്ത് എന്നുള്ളത്. മറ്റുള്ളവരുടെ തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് പറയുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി ആ തിന്മയെക്കുറിച്ച് നമ്മൾ ഉണർത്തും. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം, നിങ്ങൾക്കിടയിൽ പരസ്പരം മറ്റുള്ളവരുടെ ഗീബത്തുകൾ നിങ്ങൾ പറയരുത്. എന്നിട്ട് തങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്നു, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സ്വന്തം സഹോദരൻ, ആ സഹോദരൻ്റെ ശവത്തിൽ നിന്നും നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുമോ? അല്ലാഹു തആല ഗീബത്തിനെ സാദൃശ്യപ്പെടുത്തിയത് എത്ര മോശമായൊരു കാര്യവുമായിട്ടാണ്. സ്വന്തം സഹോദരൻ്റെ മാംസം, അതും മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ, മൃഗങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് സ്വന്തം കൂടെ പിറന്നതിൻ്റെ മാംസം കഴിക്കുകയില്ല. മൃഗങ്ങളിൽ ഏറ്റവും മോശമായ ജീവിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനോടാണ് അല്ലാഹു തആല സാദൃശ്യപ്പെടുത്തിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും തങ്ങൾ ഈ തിന്മയെ, ഗീബത്ത്, പരദൂഷണം എന്ന തിന്മയെ തങ്ങൾ ഉപമിച്ചിരിക്കുന്നത് വളരെ മോശമായ നിലയിലാണ്. റിവായത്തിൽ വരുന്നുണ്ട്, സഹാബാക്കളുടെ യാത്രയിൽ ഒരു കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് ഒരു തിന്മ സംഭവിച്ചു, ഒരു തെറ്റ് സംഭവിച്ചു. അതിൻ്റെ ഹദ് നടപ്പിലാക്കി, വിധി നടപ്പിലാക്കി അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല ചെയ്യുന്ന സമയത്ത് ചില സഹാബാക്കൾ, നബി തങ്ങളുടെ കൂടെ ചില സഹാബാക്കൾ അദ്ദേഹത്തെ പറ്റി ചില മോശമായ കാര്യങ്ങൾ പറഞ്ഞു. തങ്ങളത് കേൾക്കുകയും ചെയ്തു. അപ്പോഴൊന്നും പ്രതികരിക്കാതെ യാത്ര പുറപ്പെട്ടു. കുറച്ച് യാത്ര കഴിഞ്ഞപ്പോൾ തങ്ങൾ വഴിമധ്യേ ഒരു കഴുത ചത്തുകിടക്ക് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, ഐന ഫുലാൻ ബിൻ ഫുലാൻ, ഈ രണ്ട് വ്യക്തികൾ എവിടെയാണ്? ആ വ്യക്തിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞ രണ്ടുപേരെ ഇവിടെ വിളിക്കാൻ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഈ ചത്ത് കിടക്കുന്ന കഴുതയുടെ മാംസം നിങ്ങൾ കഴിക്കും. സഹാബാക്കൾ ചോദിച്ചു, നബി താങ്കൾ എന്താണ് പറയുന്നത്? ഒരു ശവം, അതുകൂടാതെ ഒരു കഴുത, അതിൻ്റെ മാംസം കഴിക്കാനോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുറച്ചു മുമ്പ് നിങ്ങളുടെ സഹോദരനെ പറ്റി പറഞ്ഞ ആ മോശമായ വാക്കിനേക്കാൾ നല്ലത് ഈ ചത്ത് കിടക്കുന്ന കഴുതയുടെ മാംസം കഴിക്കലാണ്. എന്നിട്ട് തങ്ങൾ ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിൻ്റെ അരുവികൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ആ തിന്മയെ, തൻ്റെ സഹോദരനെ പറ്റി പറഞ്ഞ മോശമായ വാക്കിനെ തങ്ങൾ സാദൃശ്യപ്പെടുത്തിയത് ചത്ത് കിടക്കുന്ന ഒരു കഴുതയുടെ മാംസം കഴിക്കുന്നത് തുല്യമായിട്ടാണ്. അത്ര മോശമായ ഒരു തിന്മയാണ് പരദൂഷണം. സഫിയ റളിയല്ലാഹു തആല ഒരിക്കൽ ഒരു സ്ത്രീ കടന്നു പോയപ്പോൾ അവർ സംബന്ധിച്ച് പറഞ്ഞു, ഇന്ന ഹാദിഹി ലതവീല, വളരെ നീട്ടമുള്ള പൊക്കമുള്ള ഒരു സ്ത്രീയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഫിയ, നിന്റെ വായിലുള്ള മാംസം നീ തുപ്പിക്കളയും. ഒരു വാക്കാണ് പറഞ്ഞത്. പക്ഷെ തങ്ങൾ പറയുകയാണ്, നിന്റെ വായിൽ പച്ച മാംസമുണ്ട്, നീ തുപ്പിക്കളയാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം മൂർജിച്ച് അവസ്ഥയിൽ കിടക്കുമ്പോൾ ബാക്കി പത്നിമാരുമുണ്ട്. അക്കൂട്ടത്തിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ, നബി തങ്ങളുടെ ഇണയാണ്, ഭാര്യയാണ്. അവർ പറഞ്ഞു, നബിയോടുള്ള സ്നേഹത്തിൽ പറഞ്ഞു, തങ്ങൾക്ക് വന്ന ഈ രോഗം എനിക്കായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. തങ്ങൾക്ക് വന്ന ഈ രോഗം അത് എനിക്കായിരുന്നുവെങ്കിൽ. ബാക്കിയുള്ള സ്ത്രീകൾ അവർ കണ്ണുകൊണ്ടിങ്ങനെ സഫിയയുടെ, സൈനബ് റളിയല്ലാഹു തആലയുടെ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ കണ്ണുകൊണ്ട് അവർ ഇങ്ങനെ ചില കാര്യങ്ങൾ കാണിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയി വാ കുപ്പിളിച്ച് വാ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. നിങ്ങളുടെ വായിൽ മാംസം ഇരിക്കുന്നില്ല. ഗീബത്തിനെ, പരദൂഷണം പറയുന്നതിനെ നിബിതങ്ങളുടെ പല പല ഹദീസുകളിലൂടെ പല സന്ദർഭത്തിലായി തങ്ങൾ ഉപമിച്ചത് അത് തൻ്റെ സഹോദരൻ്റെ പച്ച മാംസം കഴിക്കുന്നതിന് തുല്യമായിട്ടാണ്. അതുകൊണ്ട് ഉലമാക്കൾ, ഖുർത്തുബിയെ പോലെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്,
ലാ ഖിലാഫത തർക്കമില്ല വിഷയത്തിൽ അന്നൽ ഗീബത മിനൽ കബായിർ, ഗീബത്ത് വൻപാപത്തിൽപ്പെട്ടത്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി തആലയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ കബായിർ, അതിൽ അദ്ദേഹം വലിയ വലിയ പാപങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവിടെയും കൊണ്ടുവന്നു ഗീബത്ത് വൻപാപത്തിൽപ്പെട്ടത്, അത്ര കഠിനമാണ്. പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. ഗീബത്ത് അത് ഉള്ള കാര്യം അത് പറഞ്ഞാൽ ഗീബത്താവുകയില്ല. ഞങ്ങൾ ചോദിച്ചു സഹാബത്തിന് അതദ്റൂന മൽ ഗീബ, ഒരിക്കൽ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു എന്താണ് ഗീബത്ത്, പരദൂഷണം എന്നാൽ എന്താണ്? അല്ലാഹു റസൂലു അലം, നബിയെ താങ്കളും അല്ലാഹുമാണ് അറിയുന്നത്. തങ്ങൾ പറഞ്ഞു ദിക്റുക അഖാക ബിമാ തക്റഹ്, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യം, അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അത് പറയലാണ് ഗീബത്ത്. നിന്റെ സഹോദരനെ പറ്റി അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അവനുള്ള കാര്യമാണ്, അവനിലുള്ള കാര്യമാണെങ്കിൽ അത് ഗീബത്ത്, ഇല്ലാത്ത കാര്യമാണെങ്കിൽ അത് ബുഹ്താൻ, അപരാധം പറയില്ല. ഒരു മക്കളെ 4 കാര്യങ്ങളിൽ, ഒന്ന് ബുഹ്താൻ, മറ്റൊന്ന് ഗീബത്ത്, മറ്റൊന്ന് ഇഫ്ക്, പിന്നെ ഒന്ന് നമീമത്ത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അൻ തഖൂല മാ ഫീഹി, അവനിൽ ഉള്ള കാര്യം പറയില്ല. തൻ്റെ കൂട്ടുകാരിൽ, തൻ്റെ സഹോദരനിൽ, മറ്റൊരു മുസ്ലിമിൽ അവനിൽ ഉള്ള ഒരു തിന്മയെ, ഒരു മോശത്തരത്തെ പറ്റി പറയില്ല. അതാണ് ഗീബത്ത്. അൻ തഖൂല മാ ഫീഹി, അൻ തഖൂല മാ ലൈസ ഫീഹി, അവനിൽ ഇല്ലാത്ത കാര്യം പറയൽ അത് ബുഹ്താനാണ്, അപവാദം പറയലാണ്. അൻ തഖൂല മാ ബലഗക്, നീ കേട്ട കാര്യം പറയൽ അത് ഇഫ്കാണ്. നീ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ, അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പറയുന്നത് നമീമത്ത്. ഒരിക്കൽ സഹാബാക്കൾ കൂടി നിൽക്കുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിലുണ്ട്. അപ്പോൾ ഒരാളെ പറ്റി സഹാബാക്കൾ പറഞ്ഞു, ഇദ്ദേഹം സ്വന്തമായി ഒരു പണിക്കും പോവുകയില്ല, സ്വന്തമായി ഒന്നും കഴിക്കില്ല, ആരെങ്കിലും കൊടുത്താൽ കഴിക്കും, ആരെങ്കിലും എന്തെങ്കിലും വാഹനം കൊടുത്താൽ യാത്ര ചെയ്യും. ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി തങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി ഗീബത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല നബിയെ, ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ള അവസ്ഥയെക്കുറിച്ചാണ്. അദ്ദേഹം അങ്ങനെയാണ് നബി, അതുകൊണ്ടാണ് പറഞ്ഞത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് ഗീബത്ത്, നിങ്ങളുടെ സഹോദരൻ ഉള്ള കാര്യം പറയില്ല, അതാണ് ഗീബത്ത്. ഇന്ന് ഈ തിന്മ ഉമ്മത്തിൽ വ്യാപകമാണ്, ആമായൊരു തിന്മയാണ്. ആലിമിലും ജാഹിലിലും പൊതുജനങ്ങളിലും ആബിദിലും ഹാജിയിലും മുഴുവൻ മേഖലയിലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞു പോകുന്ന ഈ സമയം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എവിടെ നോക്കിയാലും, ഏതെല്ലാം കൂട്ടങ്ങളിൽ നോക്കിയാലും ഗീബത്തിന്റെ സദസ്സുകളാണ്. കുറ്റങ്ങൾ, മറ്റുള്ള കുറവുകൾ, ന്യൂനതകൾ, തൻ്റെ പാർട്ടിയിൽപ്പെട്ട വ്യക്തിയല്ല, തൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായ സ്ഥാനാർത്ഥിയാണ്, കുറ്റങ്ങളും ഗീബത്തും എവിടെ നോക്കിയാലും. തിന്മയും ഈ വലിയ പാപം ഉമ്മത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് തോന്നാം, ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്, ആ വ്യക്തി അങ്ങേയറ്റം മോശമാണെങ്കിൽ, അങ്ങേയറ്റം തറയായ വ്യക്തിയാണെങ്കിൽ എന്തു പറയാം? ഒരിക്കലുമില്ല. ആരെപ്പറ്റിയാണ് പറയുന്നത്? ആ മനുഷ്യൻ എത്ര മോശമാണെങ്കിലും അത് ഗീബത്ത് തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സദസ്സിൽ വെച്ച് ചില കൂട്ടുകാർ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി, ഹജ്ജാജ് പ്രസിദ്ധനായ ഒരു അക്രമിയാണ്, അദ്ദേഹത്തിൻ്റെ അക്രമവും അദ്ദേഹം ചെയ്ത തിന്മയുമെല്ലാം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ പറ്റി ചില കാര്യങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുള്ള സദസ്സിൽ ചില കൂട്ടുകാർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഗീബത്താണ്, നിങ്ങൾ പറയുന്നത് ഹജ്ജാജിൻ്റെ ഗീബത്താണ്. അദ്ദേഹം പറഞ്ഞു, നാളെ മഹ്ശറയിൽ ഹജ്ജാജിനെ നിർത്തി അല്ലാഹു തആല ആ മനുഷ്യൻ ചെയ്ത ദുൽമിനെ കുറിച്ച് ചോദ്യം ചെയ്യും, ഹിസാബ് ചെയ്യും. അതേ മഹ്ശറയിൽ നിങ്ങളെയും അല്ലാഹു ഹിസാബ് ചെയ്യും. നിങ്ങൾ ഹജ്ജാജിനെ പറ്റി പറഞ്ഞ നിങ്ങളുടെ ഗീബത്തിനെ കുറിച്ച് നിങ്ങളെയും ഹിസാബ് ചെയ്യും. ഒരാൾ മോശക്കാരനായി എന്നതിന് പേരിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തും പറയാൻ ഒരിക്കലും അത് ഹലാലാവുകയില്ല. ഇനി ഞാൻ പറയുന്ന വ്യക്തി വലിയ പുണ്യവാൻ, വലിയ ദീനുള്ള വ്യക്തി, വലിയ ഹാജി, വലിയ ആലിം, അതുകൊണ്ട് പറയുന്ന വ്യക്തിക്കും ഒരിക്കലും ഹലാലാവുകയില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹും ഒരു യാത്ര, ആ യാത്രയിൽ ഖാദിമായി സേവകനായ ഒരു വ്യക്തിയെ കൊണ്ടുപോയിരുന്നു. ഭക്ഷണത്തിന് സമയമായപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. രണ്ടുപേർക്കിടയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട്, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു,
ഇന്ന ഹാദാ ലനഊൻ, ഭയങ്കര ഉറക്കക്കാരനാണല്ലോ. എന്നിട്ട് പരസ്പരം അവർ രണ്ടുപേർ പറഞ്ഞു. എന്നിട്ട് ആ ഖാദിമിനെ, സേവകനെ വിളിച്ചു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ല്, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞയച്ചതാണ്, അല്പം കറി കൊടുത്തേക്കാൻ പറയും ഭക്ഷണത്തിന് വേണ്ടി. സേവകൻ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞയച്ചാണ്, അല്പം കറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കറി ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടുപേരും കറി ഉപയോഗിച്ചല്ലോ. ഖാദിം തിരിച്ചു വന്ന് സേവകൻ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി ഞങ്ങൾ ഒരാളെ പറഞ്ഞയച്ചിരുന്നു, അപ്പോൾ താങ്കൾ കറി ഞങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ കറി ഉപയോഗിച്ചിട്ടില്ല, താങ്കൾ കൊടുത്തയച്ചില്ലല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ മാംസം നിങ്ങൾ രണ്ടുപേരുടെ മുൻപല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നു. നിങ്ങൾ പറഞ്ഞൊരു വാക്ക് പറഞ്ഞതാരാണ്? ഉമ്മത്തിൽ 1-ാം സ്ഥാനക്കാരനാണ്. പക്ഷേ അത് ഗീബത്തിന് ഒഴിവാക്കുകയില്ല. പറയുന്നത് എത്ര പുണ്യവാൻ, എത്ര വലിയ ആമിനാണെങ്കിലും, എത്ര വലിയ രാത്രി നമസ്കാരമുള്ള വ്യക്തിയാണെങ്കിലും അത് തിന്മ തന്നെയാണ്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, തെറ്റ് സംഭവിച്ചു പോയി. സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇസ്തിഗ്ഫാർ ഞാനല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ സഹോദരനോട് ചോദിക്കും, അദ്ദേഹം നിങ്ങൾക്ക് പുറത്തിറങ്ങും. പറയുന്ന വ്യക്തി വലിയ ആബിദായി, വലിയ ദീനുള്ള വ്യക്തി, വലിയ നമസ്കാരം, അതുകൊണ്ട് ഗീബത്ത് ഹലാലാവുകയില്ല. ആരെ പറ്റിയാണോ പറയുന്നത് അദ്ദേഹം അങ്ങേയറ്റം മോശമായ വ്യക്തി, അതുകൊണ്ടും ഹലാലാവുകയില്ല. ഈ തിന്മ ഇന്ന് ഉമ്മത്തിൽ വ്യാപകമാണ്. പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുസ്ലിമുകൾക്കിടയിൽ പരസ്പരം ഗീബത്തിന്റെ സദസ്സുകൾ എവിടെ നോക്കിയാൽ പരസ്പരം ഗീബത്തിന്റെ സദസ്സുകൾ. ശൈത്താൻ ദീനുള്ളവരുടെ ദീൻ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ദീനും നമസ്കാരവും ഇബാദത്തുമുള്ള വ്യക്തി മുഅ്മിനീങ്ങളുടെ ദീനിനെ, അമലിനെ പൊളിക്കാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ് ഗീബത്ത്. വലിയ ദൂഷ്യമുള്ള തിന്മയാണ്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഗീബത്തിന്റെ വലിയ ദൂഷ്യം അവനുമായുള്ള മലക്കളെ സഹവാസം ഇല്ലാതാകും. മലക്കൾ പിന്നെ അവനുമായി സഹവസിക്കില്ല. കാരണം ഗീബത്തിന് ദുർഗന്ധമുണ്ട്. എല്ലാ തിന്മക്കും ഒരു ദുർഗന്ധമുണ്ട്. ഗീബത്തിന്റെ ദുർഗന്ധം വളരെ ശക്തമാണ്. സഹാബാക്കൾ ഒരിക്കൽ മദീനയിൽ ഇരിക്കുന്ന സമയത്ത് തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ദുർഗന്ധമുള്ള ഒരു കാറ്റിനെ അടിച്ചു വീശി. സഹാബാക്കളുടെ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഇതെന്താ, എവിടെ നിന്നാണ് ഈ കാറ്റ്, ഇത്രയും മോശമായ ദുർഗന്ധം വമിക്കുന്ന കാറ്റ് എവിടെ നടിക്കുകയാണ്? തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളെ കുറിച്ച് ഗീബത്ത് പറയുന്ന ആളുകൾ ഗീബത്ത് പറഞ്ഞത് അതൊരു ദുർഗന്ധത്തിന്റെ കാറ്റാണ് അടിച്ചു വീശുന്നത്. അതൊരു ദുർഗന്ധമാണ്. പ്രസിദ്ധനായ താബിഈ റബിയ റഹിമഹുല്ലാ അദ്ദേഹം തന്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഒരു നടന്നു പോകുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം അവരുടെ കൂടെ പോയിരുന്ന അല്പസമയം നല്ല കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ മറ്റുള്ളവരെ കുറ്റങ്ങൾ ഗീബത്ത് പറയാൻ തുടങ്ങി. അദ്ദേഹം അവിടെ എണീറ്റ് പോയി. പിന്നെ മറ്റൊരു പ്രാവശ്യം യാത്രക്കിടയിൽ അദ്ദേഹം ഇതുപോലെ ആ സംഘത്തെ കണ്ടപ്പോൾ അദ്ദേഹം അവിടെ പോയിരുന്നു. അപ്പം 2-ാമത്തെ പ്രാവശ്യമായപ്പോൾ മനുഷ്യൻ പൊതുവെ അങ്ങനെയാണ്. പിന്നെ അദ്ദേഹം അതിൽ അല്പസമയം ഇരുന്നു, കേട്ടു. അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ പരദൂഷണം പറയുന്ന സദസ്സിൽ അല്പസമയം ഇരുന്നു, അത് കേട്ടു. അദ്ദേഹം സ്വന്തം അനുഭവം പറയുന്നു, രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു. ഒരു മനുഷ്യൻ ഖിൻസീറിൻ്റെ അതിൻ്റെ മാംസവുമായി എൻ്റെ മുന്നിൽ വന്നു, എന്നോട് കഴിക്കാൻ പറഞ്ഞു. നമ്മൾ കഴിക്കില്ല, ഖിൻസീറാണ്, ഹറാമായ ഭക്ഷണമാണ്. ആ സ്വപ്നത്തിൽ ആ വന്ന മനുഷ്യൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എൻ്റെ വായിൽ അത് കുത്തി കയറ്റിൽ കഴിപ്പിച്ചു. സ്വപ്നത്തിൽ ഞാൻ പെട്ടെന്ന് ഉണർന്നു. അദ്ദേഹം പറയുന്നു, പിന്നെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ആ സ്വപ്നത്തിൽ കണ്ട ഖിൻസീറിൻ്റെ ദുർഗന്ധം വമിക്കുന്നു. അദ്ദേഹം പറയുന്നു, 1 മാസം എനിക്ക് ഈ അവസ്ഥ തുടർന്നു. കാരണം ഗീബത്ത് അത് വലിയ തിന്മയാണ്, അതിനൊരു ദുർഗന്ധമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുമായി മലക്കൾക്ക് ഒരിക്കലും സഹവാസം ഉണ്ടാവുകയില്ല. 2-ാമത്തെ ദൂഷ്യം, അവൻ്റെ ഹസനാത്തുകൾ, നന്മകളെല്ലാം നഷ്ടപ്പെടും. നാം ഇബ്നു ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, ഗീബത്ത് പറയുന്ന മനുഷ്യന്റെ ഉപമ, ഫഇന്നഹു യർമി ബിഹിൽ ഹസനാത്ത്, വീരങ്കി പോലെയാണ്. യർമി ബിഹി ഹസനാത്ത് യമീനൻ വശിമാലൻ ശർഖൻ വഗർബ. വീരങ്കി അതിങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും എല്ലാ ഭാഗത്തേക്കും വെടിയുണ്ടകൾ ജീവിക്കുന്നത് പോലെ അവന്റെ നന്മകൾ ഇങ്ങനെ വാരി എറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുക. ബഹ്റു ദുമൂ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ജൗസി അദ്ദേഹം ഒരു സംഭവം അദ്ദേഹം റിവായത്ത് ഉദ്ധരിക്കുന്നു. സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി നിന്നും ഒരു മനുഷ്യൻ നാളെ ആഖിറത്തിൽ വരും, അവന്റെ ഗ്രന്ഥം കൊടുക്കും. ഗ്രന്ഥം കിട്ടുമ്പോൾ പറയും, യാ റബ്ബ്
അള്ളാഹു ഇതെൻ്റെ ഗ്രന്ഥമല്ലല്ലോ, ഈ ഗ്രന്ഥം എൻ്റെ അള്ളാഹു ഇതെൻ്റെ ഗ്രന്ഥമല്ല, ഇത് മറ്റാരുടെ ഗ്രന്ഥമാണ്. കാരണം ഞാൻ ധാരാളം നന്മകൾ ചെയ്ത വ്യക്തിയാണ്, നമസ്കാരവും ധാരാളം സദഖകൾ ചെയ്ത വ്യക്തിയാണ്, അതൊന്നും ഗ്രന്ഥത്തിൽ കാണുന്നില്ല, അതുകൊണ്ട് ഇത് മറ്റാരുടെ ഗ്രന്ഥമാണ്. പറയും അള്ളാഹു ഒരിക്കലും അക്രമം കാണിക്കുന്നവനോ മറവി സംഭവിക്കുന്നവനോ തെറ്റ് സംഭവിക്കുന്നവനല്ല, ഇത് നിന്റെ ഗ്രന്ഥം തന്നെയാണ്. നീ മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നിന്റെ ഗ്രന്ഥത്തിലുള്ള നന്മകളെല്ലാം എടുക്കപ്പെട്ടു പോയി, മറ്റുള്ളവർക്ക് കൊടുത്തു. ചില റിവായത്തിൽ തിരിച്ചും ഇങ്ങനെയും വരുന്നു കാണാം. ഒരു മനുഷ്യൻ ആഖിറത്തിൽ കൊണ്ടുവരും, അവന് ഗ്രന്ഥം അവൻ്റെ കയ്യിൽ നൽകും. അവൻ ഗ്രന്ഥം വാങ്ങിച്ച് തുറന്നു നോക്കുമ്പോൾ ധാരാളം നന്മകൾ, അവൻ ചെയ്യാത്ത നന്മകളെല്ലാം അവൻ്റെ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അല്ലാഹു ഇതെൻ്റെ ഗ്രന്ഥമല്ല, ഇത്രയും നന്മ ചെയ്തിട്ടില്ല. അവനോട് അറിയിക്കപ്പെടും, നിന്നെപ്പറ്റി മറ്റുള്ളവർ ധാരാളമായി ഗീബത്ത് പറഞ്ഞിരുന്നു, അവരുടെ നന്മകൾ എൻ്റെ ഗ്രന്ഥത്തിൽ വന്ന് ചേർന്നു, നിന്റെ ഗ്രന്ഥം നന്മ കൊണ്ട് നിറഞ്ഞതാണ്. പരദൂഷണം, മറ്റുള്ളവർ സ്വന്തം പരദൂഷണം നമ്മുടെ നന്മകൾ മുഴുവൻ ഗ്രന്ഥത്തിൽ നിന്ന് ഒഴിവാകും. അതുകൊണ്ട് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിനിടയ്ക്കൽ വന്ന് ഒരു ശിഷ്യൻ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഇന്ന വ്യക്തി ഗീബത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ കുറച്ച് ഈന്തപ്പഴം തയ്യാറാക്കി വന്ന വ്യക്തിയിലേക്ക് കൊടുത്തു. ഇതിൽ പറഞ്ഞു, അദ്ദേഹത്തിന് ഹദിയായി കൊടുത്തേക്കാൻ പറഞ്ഞു. കൊടുത്തയച്ചു, കുറച്ച് ഈന്തപ്പഴം ഹദിയായി കൊടുത്തയച്ചു. അദ്ദേഹം ഓടി വന്നു, എന്തിനാണ് എനിക്ക് നിങ്ങൾ ഈന്തപ്പഴം ഹദിയായി കൊടുത്തയച്ചത്? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, നീ എനിക്ക് ഫ്രീ ആയിട്ട് കുറേ നന്മകൾ അങ്ങോട്ട് അയച്ചു എൻ്റെ ഗീബത്ത് പറഞ്ഞതിലൂടെ, ഞാൻ അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് കുറച്ച് ഈന്തപ്പഴം കൊടുത്തയച്ചത്. നീ എൻ്റെ ഗീബത്ത് പറഞ്ഞപ്പോൾ നീ ചെയ്ത നന്മകളെല്ലാം എൻ്റെ ഗ്രന്ഥത്തിലേക്ക് വന്നു. അതുകൊണ്ട് അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ആരുടെയെങ്കിലും പരദൂഷണം പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിർബന്ധമായി തോന്നുന്നെങ്കിൽ നിന്റെ ഉമ്മയുടെ പരദൂഷണം പറഞ്ഞു കൊള്ളി, കാരണം നിന്റെ നന്മകൾ ഉമ്മക്ക് ലഭിക്കട്ടെ, പുറത്തേക്കാർക്കും പോകണ്ട. അതുകൊണ്ട് ഉറപ്പായ കാര്യമാണ്, പരദൂഷണങ്ങൾ, മറ്റുള്ളവരുടെ കുറവുകൾ, ന്യൂനതയും പറഞ്ഞാൽ നന്മയുടെ ഗ്രന്ഥം കാലിയാകും, അത് മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങൾ പോയി നിറയാൻ കാരണമാകും. എന്നല്ല ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നന്മകൾ പൊളിയാൻ തന്നെ കാരണമായിട്ട് അവൻ ചെയ്യുന്ന നന്മകൾ പൊളിഞ്ഞു പോകും. രണ്ടാളുകൾ പള്ളിയുടെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നുപോയി. നമ്മുടെ നാടുകളിൽ പള്ളിയിലിരിക്കുന്നവർ, കലങ്കിലിരിക്കുന്നവർ, ചായക്കടയിലിരിക്കുന്നവർ, അവർക്ക് ഇനി പോകുന്നവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുകയാണ് ചെയ്യുന്നത്. അമലുകളിന് കൊടുത്തയക്കുക. രണ്ടുപേർ പള്ളി വാതിക്കലിരിക്കുന്നു. ഒരാൾ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ, കുറവുകൾ പറഞ്ഞു. പിന്നെ അവർക്ക് പശ്ചാത്താപമുണ്ടായി. അവർ നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് അന്നത്തെ വലിയ പണ്ഡിതനായ അത്താ റഹിമഹുല്ലാഹ് അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി സംഭവിച്ചു പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയി ഒന്നുകൊടുത്ത് ഒന്നുകൂടി നമസ്കരിച്ചുകൊള്ളി, നോമ്പുണ്ടെങ്കിൽ ഒന്നുകൂടി നോമ്പ് വീട്ടിക്കൊള്ളി, നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോയി. ഒരു വാക്ക് പറഞ്ഞതാണ് തൻ്റെ സഹോദരനെ പറ്റി, പരദൂഷണത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞതാണ്, അമലുകൾ പൊളിച്ചു കളയും. പിന്നെ ഉലമാക്കൾ എഴുതി, അൽ ഗീബത്തു അശദ്ദു മിന സിന, പരദൂഷണം അത് വ്യഭിചാരത്തെക്കാൾ കടുത്ത തിന്മയാണ്. സഹാബാക്കൾ ചോദിച്ചു, നബി അതെങ്ങനെയാണ്, വ്യഭിചാരം എത്ര വലിയ തിന്മയാണ്? നബി ഞങ്ങൾ പറഞ്ഞു, വ്യഭിചരിച്ചാൽ മനുഷ്യൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലാഹു തആല ആ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ ഒരാൾ മറ്റൊരാളുടെ ഗീബത്ത് പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ തൗബ ചെയ്യാൻ സാധ്യതയുമില്ല. ഇനി തൗബ അവൻ അല്ലാഹുവോട് ചെയ്താൽ പരിഹാരം ഉണ്ടാവുകയില്ല. ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത്, ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് മാപ്പ് ചോദിക്കണം. ഇല്ല എങ്കിൽ അല്ലാഹു മാപ്പ് നൽകുകയില്ല. അല്ലാഹു മാപ്പ് നൽകണമെങ്കിൽ അത് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കടമയാണ്. ആ വ്യക്തി നിനക്ക് മാപ്പ് നൽകണം. അവിടെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഗീബത്തിന് പകരം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഗീബത്ത്, പരദൂഷണം മനുഷ്യന്റെ അഭിമാനക്ഷതം ഉണ്ടാക്കില്ല. പൈസ സാമ്പത്തികമായാണെങ്കിൽ തിരിച്ചു നൽകാൻ സാധിക്കും. ഒരാളുടെ അഭിമാനക്ഷതം ഏൽപ്പിച്ചാൽ അത് പകരം ചെയ്യാൻ സാധിക്കില്ല. അതേ സദസ്സിൽ, അതേ സംഘത്തിൽ പിന്നെ തിരിച്ചു വീണ്ടും പറയുക സാധിക്കാത്ത കാര്യമാണ്. അത് വലിയ ഉമ്മത്തിൽ വ്യാപകമായ നമസ്കാരവും ഇബാദത്തും ദീനി കുടുംബവും ദീനി അവസ്ഥയുമുള്ള വ്യക്തികളിൽ പോലും ഇന്ന് വ്യാപകമായ അമലുകളെ പൊളിക്കുന്ന തിന്മയാണ് പരദൂഷണം, ഗീബത്ത്. നമ്മുടെ മുൻഗാമികൾ, മഹാന്മാർ അവരുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത കാണിച്ച വളരെ കൂടുതൽ അകന്നുന്നൊരു തിന്മയുമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ചില സന്ദർഭങ്ങൾ ഇസ്ലാം ശരീഅത്ത് ഗീബത്ത് പറയൽ അനുവാദം നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്
ഇസ്ലാമിനെതിരായ അല്ലെങ്കിൽ ദീന് വിരുദ്ധമായ ഒരു കാര്യമായെങ്കിൽ പറഞ്ഞാൽ അത് ആ വ്യക്തിയെ നോക്കാതെ ഉണർത്തലും പറയലും നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് മുസ്ലിമുകൾക്കിടയിൽ ഫിത്നയുണ്ടാകും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസിന്റെ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പലരെക്കുറിച്ചും അതോ ഹദീസിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയില്ലാത്തതിനെ കുറിച്ച് എന്നെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെയെല്ലാം ഫീഹി നദറുൻ വസക്കതു അൻഹു ഇങ്ങനെയെല്ലാം പ്രയോഗിക്കുന്നു. കടുത്ത വാക്കുകൾ ഉപയോഗിക്കാറില്ല. കാരണം അദ്ദേഹം പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു എന്നെ ഹിസാബ് ചെയ്താൽ ഗീബത്തിന്റെ വിഷയത്തിന് പിടിക്കപ്പെട്ടു പോകുന്നു. അബ്ദുല്ലാഹ് ഇബ്നു വഹബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ പരദൂഷണം എന്ന തിന്മയിൽ നിന്ന് ഞാൻ മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയാൽ ഉടനെ നോമ്പ് നേർച്ചയാക്കുമായിരുന്നു. ഒരു പരദൂഷണം പറഞ്ഞാൽ ഒരു സുന്നത്തായ നോമ്പ് നേർച്ച, ഒരു നോമ്പ് ഞാൻ നേർച്ചയാക്കി. പക്ഷെ എന്നിട്ടും എനിക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ പിന്നെ ഞാൻ പകരം ചെയ്യാൻ തുടങ്ങി. ഗീബത്ത് പറഞ്ഞാൽ ഞാൻ ഒരു ദിർഹം സദക്ക ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സമ്പത്തിനുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചതിൻ്റെ പേരിൽ ദിർഹം കുറയുമല്ലെന്ന ചിന്തയുടെ പേരിൽ ജീവിതത്തിൽ പതിയെ എനിക്ക് ഗീബത്ത് ഇല്ലാതാവുകയും ചെയ്തു. മുൻഗാമികൾ ഇത്ര കടുത്ത തിന്മയായി മനസ്സിലാക്കിയ ആ പാപം ഇന്ന് നമ്മളിൽ, നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, സ്ത്രീകളിൽ, പുരുഷന്മാരിൽ, പണ്ഡിതരിൽ, ഹാജിമാരിൽ, ദീനുള്ളവരെല്ലാം വ്യാപകമായി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മാസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എവിടെ നോക്കിയാലും, ഏത് കൂട്ടങ്ങളിലും, ഏത് ചായക്കടയിലും എവിടെ നോക്കിയാലും പറയാനുള്ളത് മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളുമാണ്. ഗീബത്തിന്റെ സദസ്സുകൾ ഉമ്മത്തിൽ വ്യാപകമായി. അതിലൂടെ ഉമ്മത്തിന്റെ ഐക്യം നഷ്ടപ്പെട്ടു പോകും. ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ അവസാന സെക്കൻഡ് വരെ തങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു, എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളെ വരെ ഉമ്മത്തായി ഐക്യത്തോടെ ഒരുമയോടെ നിലനിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ സന്ദർഭം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും അനിവാര്യ ഘട്ടത്തിലാണ്. ഐക്യമില്ലാതെ, ഒരുമയില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഓരോ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിമുകളുടെ അവസ്ഥ. ഈ സമയത്ത് എൻ്റെ സംഘടന, എൻ്റെ സ്ഥാനാർത്ഥി, എൻ്റെ രാഷ്ട്രീയം ഇത് പറഞ്ഞ് പരസ്പരം അകലുകയും പരസ്പരം ഭിന്നിക്കുകയും ചെയ്യുന്ന സമയമല്ല. ഉമ്മത്ത് ഒന്നായി ഒറ്റക്കെട്ടോടെ പരസ്പരം യോജിപ്പോടെ മുന്നോട്ട് പോകുന്ന സമയമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.